ഹേ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാനിടയായതെങ്കിൽ ഇതൊരിക്കലും പാതി വഴിയിൽ നിർത്തിപ്പോകരുത്. കാരണം ഇന്നത്തെ ടോക്ക് എന്നത് വെറുമൊരു വീഡിയോ മാത്രമല്ല, മേ ബി മാസങ്ങളായി മനസ്സിലൊളിപ്പിച്ചു വെച്ച നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കാം. നിങ്ങൾ ഒരു നിമിഷം കണ്ണടച്ച് ആലോചിക്കുക. അവസാനമായി നിങ്ങൾ മനസ്സ് തുറന്ന് ചിരിച്ചത് എപ്പോഴാണ്? അവസാനമായി ഒരു ഭയവുമില്ലാതെ, ഒരു ടെൻഷനുമില്ലാതെ സമാധാനത്തോടെ ഉറങ്ങിയത് എപ്പോഴാണ്? നിങ്ങൾക്ക് എല്ലാം ഉണ്ടാകാം, പക്ഷേ മനസ്സമാധാനമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലാത്തതായി ഫീൽ ചെയ്യും. പുറത്ത് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ, പക്ഷേ രാത്രിയിൽ തലയിണ നനയുന്ന കണ്ണീരിനെ കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ആ കണ്ണുനീർ അള്ളാഹു കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയവേദന അള്ളാഹു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനം വരെ കേൾക്കുക. അള്ളാഹു നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഫ്രണ്ട്സ്, നമ്മൾ ജീവിക്കുന്നത് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ഫോൺ നോക്കുന്നു, മെസ്സേജുകൾ, സോഷ്യൽ മീഡിയ, ജോലി, പഠനം, റെസ്പോൺസിബിലിറ്റീസ്, പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു ദിവസം അവസാനിക്കുന്നു. പക്ഷേ ആ ഒരു ഓട്ടത്തിനിടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയത് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സമാധാനം. ഇന്ന് എത്ര പേർ പറയുന്നുണ്ട്, എനിക്ക് എന്താണെന്നറിയില്ല, ഒരു സന്തോഷവുമില്ല എന്ന്. പക്ഷേ എന്തൊരു ശൂന്യതയാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല. എല്ലാം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോയാൽ മതിയെന്നൊരു ചിന്ത. ഇങ്ങനെയുള്ള ചിന്തകൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പക്ഷേ അതിന് പരിഹാരം എന്നത് മനുഷ്യരുടെ അടുത്തല്ല, അള്ളാഹുവിൻ്റെ അടുത്താണ് ഉള്ളത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഒരു നല്ല ജോലി കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും, ഒരു വലിയ വീടുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കും, കൂടുതൽ പണമുണ്ടെങ്കിൽ മനസ്സമാധാനം കിട്ടും, ആളുകൾ എന്നെ അംഗീകരിച്ചാൽ ഞാൻ സന്തോഷിക്കുമെന്നൊക്കെ. പക്ഷേ ഇതെല്ലാം നേടിയിട്ടും ഉള്ളിൽ സമാധാനമില്ലാത്ത എത്രയോ ആളുകളെ നമ്മൾ കാണുന്നില്ലേ? ഉണ്ട്. കാരണം ഹൃദയത്തിൻ്റെ വിശപ്പ് പണം കൊണ്ട് നിറയില്ല, അത് നിറയുന്നത് അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ്. നമ്മുടെ ഹൃദയത്തെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ ഹൃദയത്തിന് എന്താണ് വേണ്ടതെന്ന് ഏറ്റവും നന്നായി അറിയുന്നതും അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ മറന്ന ജീവിതത്തിൽ പുറമെ എത്ര തിളക്കമുണ്ടെങ്കിലും ഉള്ളിൽ ഇരുട്ടായിരിക്കുന്നത്. ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ വിഷമം വന്നാൽ ആദ്യം ആരെയാണ് അന്വേഷിക്കുന്നത്? ഒരു ഫ്രണ്ടിനെയോ, അല്ലെങ്കിൽ ഒരു റിലേറ്റീവിനെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനെയോ, സോഷ്യൽ മീഡിയയാണോ നിങ്ങൾ ആശ്രയിക്കുന്നത്? പക്ഷേ എത്ര തവണ നമ്മൾ ആദ്യം അള്ളാഹുവിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്? എത്ര തവണ നമസ്കാരപ്പായിലിരുന്ന് റബ്ബേ എനിക്കിനി കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹുവിന് നമ്മുടെ ഭാഷയല്ല വേണ്ടത്, ഹൃദയമാണ് വേണ്ടത്. നമ്മൾ ആത്മാർത്ഥമായി വിളിച്ചാൽ അവൻ കേൾക്കും. ഫ്രണ്ട്സ്, ഈ ഒരു ലോകത്ത് എല്ലാവരും നമ്മളെ വിട്ടു പോയാലും ഒരു വാതിൽ എപ്പോഴും തുറന്നിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വാതിലാണ്. ആ ഒരു വാതിൽ തുറക്കാൻ പണം വേണ്ട, സ്വാധീനം വേണ്ട, പരിചയം വേണ്ട. വേണ്ടത് ഒരു സത്യസന്ധമായ ഹൃദയം മാത്രം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. ആരോടും പറയാത്ത വേദനകൾ പോലും അവനോട് പറയുക. കാരണം നമ്മൾ കരയുമ്പോൾ അള്ളാഹു ഒരിക്കലും നമ്മളെ അവഗണിക്കില്ല. ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടത്, അത് എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നാണ്. ഖുർആനും സുന്നത്തും അതിന് എന്ത് പരിഹാരമാണ് കാണിച്ചു തരുന്നത്? ലൈഫിലെ പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടാം? അതുപോലെ അള്ളാഹുമായുള്ള ബന്ധം ശക്തമാക്കിയാൽ നമ്മുടെ ലൈഫ് എങ്ങനെ മാറും എന്നൊക്കെ മനസ്സിലാക്കാം. ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ ഓരോ വിശ്വാസിയും സ്വീകരിക്കേണ്ട ചില മനോഹരമായ ശീലങ്ങളെക്കുറിച്ചും ഇതിൽ പറയുന്നു. അതുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനം വരെ നിങ്ങൾ കേൾക്കുക. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും പൊതുവായി വേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ക്യാഷാണോ? അല്ലെങ്കിൽ പ്രശസ്തിയാണോ? അല്ല, അത് മനസ്സമാധാനമാണ്. പക്ഷേ അതാണ് ഇന്ന് ഏറ്റവും കുറവുള്ളത്. ഇന്ന് ഒരാൾക്ക് വലിയ വീടുണ്ട്, പക്ഷെ സമാധാനമില്ല. മറ്റൊരാൾക്ക് നല്ല ജോലിയുണ്ട്, പക്ഷേ സന്തോഷമില്ല. മറ്റൊരാൾക്ക് ആയിരക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയം ശൂന്യമാണ്. ഇതെന്തുകൊണ്ടാണ്? കാരണം നമ്മൾ സമാധാനം അന്വേഷിക്കുന്നത് തെറ്റായ സ്ഥലത്താണ്. ഒരു ഫോൺ വാങ്ങിയാൽ സന്തോഷമാകുമെന്ന് കരുതി വാങ്ങുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ
പഴയ സന്തോഷം പോയി. അതുപോലെ ഒരു വസ്ത്രം വാങ്ങുമ്പോൾ സന്തോഷം തോന്നുന്നു, പക്ഷേ പിന്നീട് കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് ശൂന്യത അനുഭവപ്പെടുന്നു. ഇതിൻ്റെ കാരണമെന്നത് ഇതിനൊന്നും സ്ഥിരമായി മനസ്സമാധാനം നൽകാൻ കഴിയില്ല. കാരണം അവയെല്ലാം ഈ ഒരു ലോകത്തിൻ്റെതാണ്. ഈ ലോകത്തിലെ എല്ലാം ചേഞ്ചായിക്കൊണ്ടിരിക്കും. പക്ഷേ അള്ളാഹു മാത്രം മാറില്ല. അതുകൊണ്ടാണ് ഹൃദയം അള്ളാഹുമായി ബന്ധപ്പെടുമ്പോൾ മാത്രം അതിന് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, മനസ്സ് വളരെ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ കേൾക്കുമ്പോൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അറിയാതെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് മനുഷ്യൻ്റെ വാക്കുകളല്ല, അത് സർവ്വലോക രക്ഷിതാവിൻ്റെ വചനങ്ങളാണ്. ആ വചനങ്ങൾ ഹൃദയത്തെ സുഖപ്പെടുത്തുന്ന മരുന്നാണ്. അതുപോലെ നമസ്കാരത്തിന് ശേഷം പലപ്പോഴും മനസ്സിന് ഒരു ഭാരം കുറഞ്ഞ അനുഭവം നിങ്ങൾക്കുണ്ടാകാം. കാരണം ആ ഒരു കുറച്ച് നിമിഷങ്ങളിൽ നമ്മൾ ലോകത്തെ മറന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, അവനോട് സംസാരിക്കുകയാണ്, അവനോട് സഹായം ചോദിക്കുകയാണ്. ആ ഒരു ബന്ധമാണ് മനസ്സിന് ജീവൻ നൽകുന്നത്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനാണ്? ഫോണിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക്, മറ്റുള്ളവരുടെ ലൈഫ് കമ്പയർ ചെയ്യാൻ. പക്ഷേ സ്വന്തം ഹൃദയം നോക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. 5 മിനിറ്റെങ്കിലും ശാന്തമായിരുന്ന് എൻ്റെ റബ്ബുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് നമ്മൾ സ്വയം ചോദിക്കുക. ഒരു പക്ഷേ നമ്മുടെ എല്ലാ വിഷമങ്ങളുടെയും തുടക്കം അവിടെയായിരിക്കാം. നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നപ്പോൾ. അതിലൂടെ സമാധാനവും നമ്മളിൽ നിന്ന് അകന്നു പോകും. എന്നാൽ അള്ളാഹുവിലേക്ക് തിരികെ നടന്നാൽ സമാധാനവും തിരികെ വരും. അതിനാൽ ഈ ഒരു വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരും ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. എൻ്റെ മനസ്സമാധാനം ഇനി ഞാൻ തെറ്റായ സ്ഥലത്ത് നിന്ന് അന്വേഷിക്കില്ല, ഈ ലോകത്തിലെ വസ്തുക്കളിൽ അന്വേഷിക്കില്ല, എൻ്റെ റബ്ബിൻ്റെ അടുക്കലാണ് ഞാനത് അന്വേഷിക്കുക എന്ന്. കാരണം അവിടെയാണ് ഒരിക്കലും തീരാത്ത സമാധാനത്തിൻ്റെ ഉറവ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.